ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രഭൃതിഭർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഹൃദേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം പരശുമൃഗവരാഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്താലസ്തുതാമരഗണേർവ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയകരം പഞ്ചവക്ത്രം ത്രിനേത്രം കൈലാസാദ്രിനിഭം ശശാങ്കകലയാ സ്ഫൂർജടാമണ്ഡലം നാസാലോകനതൽപരം തൃണയനം വീരാസനാധ്യാസിതം മുദ്രാടങ്കകുരംഗജാനുവിലസദ്ബാഹും പ്രസന്നാനനം കക്ഷാബദ്ധഭുജംഗമം മുനിവൃതം വന്ദേ മഹേശംബരം. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. നമശിവായ രാമമന്ത്രമെത്രയും സുഖപ്രദം സമസ്ത ദുരിതനാശനം നമശിവായ പാഹി മാം നമശിവായ 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 പാഹി മാം നമോ നമ ശിവായ മേ നമശിവായ പാഹി മാം. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും രോഗശാന്തി ഈ ലോക നന്മ എല്ലാ ജീവിത സുഖങ്ങളും ഈശ്വര ഭഗവാന്റെ കൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവരുടെ കമൻസുകളൊക്കെ ഭഗവാനിൽ അർപ്പിച്ചു. എല്ലാവരുടെയും പ്രസന്ന, നിർമ്മല പവിത്രൻ, സുലോചന അഖിൽ, ജഗദമ്മ, ബിജി ബിജു, ഗീതാ നായർ, രുക്മിണി മോഹൻ, രാധാ ശിവാനന്ദൻ, ജയ അനിൽ. ജയ അനിൽ ബോംബെ നിന്നാണ്. ജയ അനിൽ ഇന്ന് തന്നെ വിളിച്ചു. സുലോചന അഖിൽ ബോംബെയിലെ ജയാനിലെ കൂട്ടുകാരിയാണ്. അവർ ഒരു ഫ്ലാറ്റിൽ അങ്ങ് മേലും താഴോട്ട് താമസിക്കുകയാണ്.
ജയാനിൽ ഈ ഭാഗത്തെ പറ്റി എന്നെ പറ്റിയൊക്കെ പറഞ്ഞ് അവർക്കൂടെ പങ്കിട്ട് കൊടുത്തു. അങ്ങനെ എല്ലാ മക്കളും ഇങ്ങനെ കൂട്ടുകൂടുമ്പോൾ ഈ ഭഗവാന്റെ കഥകൾ നാരദ മഹാമുനി എന്താ ചെയ്യുക, അതുപോലെ അപ്പോൾ ശ്രീശുഖ മഹാമുനി തന്നെ ശ്രീ പരീക്ഷിതന് എന്താ കൊടുക്കുന്നത്, അവരാൽ ഒക്കുന്നത് നമുക്ക് അല്പമേ ഉള്ളെങ്കിലും ഇതെല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ എത്രമാത്രം ഭഗവാൻ ഇഷ്ടമാണ്, അത് ചെയ്തില്ലെങ്കിലല്ലയോ വിഷമം. തന്നെ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നത് പാപമാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഭഗവത്ഗീതയിലൊക്കെ വായിച്ചു. തനിക്ക് വേണ്ടി തന്നെ ആഹാരം പാകം ചെയ്ത് കഴിച്ചാൽ അത് മഹാപാപമാണ്. മറ്റുള്ളവർക്കൂടെ കൊടുക്കണം. അവർക്കൂടെ ഒരു ജീവജാലങ്ങൾ ആരായാലും അവർക്കും വിശപ്പുണ്ട്. അതുപോലെയാണ് ആധ്യാത്മികം, വിശപ്പുള്ളവർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ദാഹിച്ചും വിശന്നും ഇരിക്കുന്ന ആത്മീകമായ വിശപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉള്ളതിനെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ അവർ സ്വീകരിക്കും, വിശപ്പുണ്ടെങ്കിൽ സ്വീകരിക്കും. നമുക്കറിയില്ലല്ലോ അവർക്ക് വിശപ്പുണ്ടോ ഇല്ലയോന്ന്. അതുകൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടല്ല, നമ്മൾ കൊടുത്തു നോക്കണം. നമ്മളെ വീട്ടിൽ ഒരു വിരുന്ന് വന്നാൽ നമ്മൾ ആഹാരം നമുക്കുള്ളത് വേണമെങ്കിലും വേണ്ടെങ്കിലും അവരെ ക്ഷണിച്ചിരുത്തി കൊടുക്കത്തില്ലേ, അപ്പോഴവർ സ്വീകരിക്കും. വേണ്ടെങ്കിലും നമ്മൾ നിർബന്ധിക്കുമ്പോൾ അവരത് അനുഭവിക്കും. അവർക്ക് വേണ്ടെങ്കിൽ പോലും നമ്മുടെ നിർബന്ധം കൊണ്ട് അവർ അത് സ്വീകരിക്കുമ്പോൾ അതുപോലെയാണ് ആധ്യാത്മികവും. അവർക്ക് തോന്നും വേണ്ടെന്നെങ്കിലും നമ്മൾ അതുകൊണ്ട് ഉദ്ദണ്ണിക്കുമ്പോൾ ചിലപ്പോൾ അത് അവർക്ക് വേണ്ടി വരും. ഇത് കൊള്ളാന്ന ആഹാരം വേണ്ടെങ്കിലും കഴിച്ച് നോക്കുമ്പോൾ രുചിയുണ്ടെങ്കിൽ അത് സന്തോഷമായിട്ട് അവർ സ്വീകരിക്കത്തില്ലേ. അതുപോലാണിത്. എല്ലാം ഇങ്ങനെ തന്നെയാണ്. നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അങ്ങോട്ട് 2-3 വട്ടം പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഹൃദയത്തിൽ അത് തോന്നിക്കാം, ഇത് കൊള്ളാമല്ലേ, രുചിയുണ്ടല്ലേ. അങ്ങനെയാണ് നമ്മളെല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നത്. വേണ്ടെങ്കിൽ നമുക്ക് അയ്യോ ഇതൊന്ന് കുടിച്ച് നോക്ക്, അപ്പോൾ ദാഹം തീരും. അപ്പോൾ നമ്മൾ വരുന്ന വിശപ്പിനോ ദാഹിക്കുന്നതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇത് തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെ മക്കളെ. അത് ഈശ്വരന് ഇഷ്ടം എന്താണ്? ഭഗവാന്റെ കഥകൾ പങ്കിട്ട് കൊടുക്കുമ്പോഴാണ് ഭഗവാൻ ഇഷ്ടം. അല്ലാതെ ഈ ലോക ജീവിതത്തിലെ ആഹാരങ്ങളോ അതൊക്കെ എല്ലാവരും കൊടുക്കും, അത് വേണ്ടേലും അടിച്ചേൽപ്പിക്കും. പക്ഷേ ഭഗവാന്റെ കഥകൾ അടിച്ചേൽപ്പിക്കത്തില്ല. ജയാനില അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയുള്ള പല മക്കളുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കാനും. നമ്മൾ പറഞ്ഞില്ലേലും ഇത് അയ്യോ ഭഗവത് കഥകൾ കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. അവരും ചിലപ്പം വിശന്നും ദാഹിച്ച് ഇരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ മക്കളും ഇതുപോലെ ചെയ്യുമ്പോഴാണ് ഈശ്വരന് ഇഷ്ടമെന്ന്. അപ്പോഴാണ് നമ്മൾ ദൈവ പൈതലാകുന്നത്. അല്ലാതെ തന്നെ അറിവ് അല്പമേ ഉള്ളെങ്കിലും അത് അവരവർ തന്നെ നേടിയെടുത്തിട്ട് സ്വന്തമായിട്ട് പോയാൽ ഈശ്വരൻ അതിന് സന്തോഷിക്കത്തില്ല. മറ്റുള്ളവരുടെ പങ്കിട്ട് കൊടുക്കണം, അതാണ് വേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാമം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. നമുക്ക് ശ്രീകൃഷ്ണ നാമം കുറച്ച് ചൊല്ലാം. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതേ ജനവിമോചന കൃഷ്ണ ജന്മമോചന ഗരുഡവാഹന കൃഷ്ണ ജന്മമോചന ഗരുഡമോഹന കൃഷ്ണ ഗോപികാപതേ നയനമോഹന കൃഷ്ണ നീരജേക്ഷണ സുജനബാന്ധവ കൃഷ്ണ സുന്ദരാകൃതേ മദന കോമള കൃഷ്ണ മാധവ ഹരേ വസുമതീപതേ കൃഷ്ണ വാസവാനുജ വരഗുണാകര കൃഷ്ണ വൈഷ്ണവാകൃതേ സുരുചിരാനന കൃഷ്ണ ശൗര്യവാരിധേ പുരഹരാർച്ചിത കൃഷ്ണ പാർത്ഥസാരഥേ മുരഹര വിഭോ കൃഷ്ണ മുക്തിദായക വിമലപാലക കൃഷ്ണ വല്ലഭീപതേ കമലലോചന കൃഷ്ണ കാമദായക വിമലഗാത്രവ കൃഷ്ണ ഭക്തവത്സല ചരണപല്ലവം കൃഷ്ണ തരുണകോമളം കുവലയേക്ഷണ കൃഷ്ണ കോമളാകൃതേ തവ പദാംബുജം കൃഷ്ണ ശരണമേഗണീ ഭുവനനായക കൃഷ്ണ പാവനാകൃതേ ഗുണഗണോജ്വല കൃഷ്ണ നളിനലോചന പ്രണയവാരിധേ കൃഷ്ണ ഗുണഗണാകര രാമസോദര കൃഷ്ണ ദീനവത്സല കാമസുന്ദര കൃഷ്ണ പാഹി സർവദാ നരകനാശന കൃഷ്ണ നരസഖാജയ ദേവകീസുതാ കൃഷ്ണ കാരുണ്യാംബുധേ കംസനാശന കൃഷ്ണ ദ്വാരകാവാസിൻ ഭാസുരാത്മകം കൃഷ്ണ ദേഹി മംഗളം
തൃപ്പദാംബുജം കൃഷ്ണ കാമകോമളം ശരണമായി വരാ കൃഷ്ണ തരണമേ വരം കരുണതാവകം കൃഷ്ണ ചരണദാസരാ ഇവരിലെപ്പോഴും കൃഷ്ണ ചൊരിയണേ വിഭോ ശ്രീകണ്ഠേശ്വരം കൃഷ്ണ മുക്തിമന്ദിരം ഭക്തവത്സല കൃഷ്ണ കാമദായക പരമേശ്വര കൃഷ്ണ നിത്യം അർച്ചിത പിള്ളതൻ കവി കൃഷ്ണ തള്ളയെന്ന പോൽ നിർമ്മിതാകൃതി കൃഷ്ണ നന്മയേ ഗണേ സ്തോത്രകീർത്തനം കൃഷ്ണ നിത്യമംഗളം ദാസദാസനാം കൃഷ്ണ അടിയനെ സദാ കാത്തുകൊള്ളണേ കൃഷ്ണ സർവദാ വിഭോ ദാസദാസനാം കൃഷ്ണ അടിയനെ സദാ കാത്തുകൊള്ളണേ കൃഷ്ണ സർവദാ വിഭോ ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതേ ജനവിമോചന കൃഷ്ണ ജന്മമോചന ഗരുഡവാഹന കൃഷ്ണ ഗോപികാപതേ നയനമോഹന കൃഷ്ണ നീരജേക്ഷണ. കണ്ണിന് അസുഖം കുറച്ചുണ്ട് മക്കളെ, അതുകൊണ്ട് എനിക്ക് കണ്ണ് നോക്കി വായിക്കാൻ വേണ്ട തെറ്റി. നേരത്തെ ആദ്യം വായിച്ചപ്പോൾ ഒന്ന് തെറ്റിയതോടെ ഒന്നും എടുത്ത് വായിച്ചത്. എല്ലാവർക്കും നോക്കുമ്പം കണ്ണിന് വിഷമമുണ്ട് എനിക്ക്. അത് ഇപ്പം ഈ ക്യാമറ കൂടെ നോക്കി നോക്കിയാണെന്ന് തോന്നുന്നു. എങ്കിലും എൻ്റെ ശരീരത്തെ നോക്കാറില്ലല്ലോ, അതുകൊണ്ട് ഒന്നും വക വെക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് ഇനി ഗുരുദക്ഷിണയാണ്. അതായത് ഭഗവാൻ രാമനെയും കൃഷ്ണനെയും എന്താ പറയുക, ഈ ഗർഗമഹാമുനിയുടെ ആജ്ഞപ്രകാരം സാന്ദീപനി മഹർഷി അടുക്കൽ, ബ്രാഹ്മണൻ്റെ അടുക്കൽ പഠിക്കാൻ എല്ലാം മനസ്സിലാക്കാനായിട്ട് അവിടേക്ക് വിട്ടു. അപ്പോൾ കൃഷ്ണനും രാമനൊക്കെ ശുദ്ധിയും എല്ലാം അറിഞ്ഞ് എന്താ ശുശ്രൂഷ ചെയ്തും നല്ല ശുദ്ധിയും എല്ലാവരും സർവജ്ഞരെന്ന് ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ മനസ്സിലാക്കി. അപ്പോൾ ഒരു വട്ടം പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആ ശബ്ദം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന, അപ്പം ദിവ്യന്മാരാണെന്ന് ആ ബ്രാഹ്മണ സാന്ദീപനി മഹർഷിക്ക് കാശിയിൽ ജനിച്ച കാശനാം സാന്ദീപനി. അപ്പോൾ ആ ഗുരുവിന് മനസ്സിലായി പറഞ്ഞ് ഗർഗമഹാമുനിയുടെ നിയോഗപ്രകാരം ബ്രഹ്മസ്വരൂപനാകുന്ന ഈ കൃഷ്ണനെയും രാമനെയും പിന്നെ കാശനാം സാന്ദീപനി എന്നുള്ള പേരോടുകൂടിയ ആ ഗുരുവിൻ്റെ വിപ്രൻ്റെ പാർശ്വത്തിലായി അടുക്കെ വിദ്യാഭ്യാസം പഠിക്കാനായിട്ട് അവിടേക്ക് വിട്ടു. അപ്പം ഇവരെ കണ്ടപ്പോൾ തന്നെ അവർ നല്ല സന്തോഷത്തോടുകൂടി ശുശ്രൂഷ, കാരണം ഒരു ഗുരുവിനെ ഗുരുവിൻ്റെ അഭീഷ്ടം അനുസരിച്ച് നിൽക്കുന്ന ഒരു ശിഷ്യൻ എന്താണ് ഗുരു മനസ്സിൽ കാണുന്നതിന് മുമ്പേ തന്നെ ഭഗവാനും രാമനും അത് മനസ്സിലാക്കുന്നു. എന്ത് ചെയ്ത് കൊടുക്കണം, ഗുരുവിനെ എങ്ങനെ താലോലിക്കണം, എന്ത് ശുശ്രൂഷ പൂജാകാര്യങ്ങളും എല്ലാം ഗുരുവിന് എന്താണ് ഒരു ദിവസം വേണ്ടതെല്ലാം തന്നെ ഈ ശിഷ്യന്മാരായ കൃഷ്ണനും രാമനും ചെയ്യുമ്പോൾ ശുശ്രൂഷ അതാണ്. എന്താണ് വേണ്ടത്, എന്താണ് ഇഷ്ടം ഗുരുവിൻ്റെ, അതനുസരിച്ച് തന്നെ ചെയ്യുന്ന ഉത്തമോത്തമനായിരിക്കുന്ന ഈ രണ്ടുപേരും ശുദ്ധിയും വിനയങ്ങളെല്ലാം കണ്ടപ്പോൾ എത്രയും സന്തോഷത്തോടുകൂടി സാന്ദീപനി എന്ത് ചെയ്തു? വേദാംഗങ്ങളും വിജ്ഞാന ശാസ്ത്രങ്ങളും വേദാന്തസാര ധർമാദി സംഹിതകളും മൂർത്തിഭേദാദി പുരാണ ഇതിഹാസവും മൂർത്തിമാന്മാർക്ക് ധനുർവേദം എന്നിവ സൂത്രക്രമങ്ങൾ എന്ന് വെച്ചാൽ ക്രമം എന്ന് വെച്ചാൽ തെറ്റാതെ വഴി പോലെ എന്നാ. സൂത്രം ചരടെന്ന് അർത്ഥമുണ്ട്. നമുക്ക് അത് ഊഹിക്കാം, എന്തോ അർത്ഥം ആയിക്കോട്ടെ, നമുക്ക് ഇതിനകത്ത് ചിന്തിക്കാം. എനിക്കറിയത്തില്ല, അതുകൊണ്ട് പറയുക. ഒരു സൂത്രം, ഒരു ചരടിൽ മണികൾ ഇങ്ങനെ കോർത്തിട്ടാൽ ഓരോന്നോരോന്ന് മുറപ്രകാരം എന്താണ് മുമ്പേ വരുന്നത് അത് പഠിക്കേണ്ട ക്രമം പോലെ ഒന്ന് കഴിയുമ്പോൾ അടുത്തത്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് അത് കഴിയുമ്പോൾ 2-ാം ക്ലാസ്സിൽ കയറുന്നു, അത് കഴിയുമ്പോൾ 3-ാം ക്ലാസ് വഴി പോലെ തന്നെ ഈ ക്രമം പോലെ എല്ലാ വിദ്യകളും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന അത്രമാത്രം സർവജ്ഞരാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവർ ഗ്രഹിക്കുന്നുണ്ട്. എന്താ കാരണം? ദിവ്യന്മാരാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. സർവജ്ഞരാണ് അവർ. അവരുടെ ഉള്ളത്തിൽ സർവ്വതും അവരുടെ ഉള്ളത്തിലുണ്ട്. അതുകൊണ്ട് വിധി വഴിപോലെ സൂത്രക്രമങ്ങൾ, ക്രമം തെറ്റാതെ എന്താ ഏതും പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ.
ഒന്ന് കഴിഞ്ഞിട്ടല്ലേ രണ്ടേന്ന് പഠിക്കുന്നത്. അതുപോലെ എല്ലാം വഴിപോലെ പഠിപ്പിച്ചു. അത്രമാത്രം ഈ കുഞ്ഞുങ്ങൾ ദിവ്യന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന രീതിയിൽ എന്താണ് കൊടുക്കേണ്ട ക്രമം പോലെ തന്നെ കൊടുത്ത്. അതാണ് കാരണം എല്ലാത്തിനും മിടുക്കരാകുമ്പോൾ അതിൻ്റെ ക്രമം പോലെ കൊടുക്കാൻ പറ്റും. കൊടുക്കുന്ന ആളിന് സന്തോഷം ഉണ്ടാവും. കാരണം ഇത് ഏറ്റുവാങ്ങുന്നവർ അത്രമാത്രം ശുദ്ധിയോടുകൂടി അത്ര താല്പര്യത്തോടുകൂടി സർവജ്ഞരായിട്ടത് വാങ്ങുമ്പോൾ കൊടുക്കുന്ന ആളിന് എത്രത്തോളം കൊടുത്താലും മുഴുക്കത്തില്ല. അതുകൊണ്ട് എത്രത്തോളം, കാരണം നമുക്കറിയാം പരീക്ഷിത് മഹാരാജാവ് പറയുന്നു മഹാമുനി ഇനിയും ഇനിയും കേൾക്കണം കേൾക്കണം എന്ന് പറയുമ്പോൾ മഹാമുനി അത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അതുതന്നെയാണിത്. അപ്പോൾ എന്താ കാരണം? അത്രമാത്രം സർവജ്ഞരാണ്, അത്ര ഉത്തമന്മാരാണ്. എന്തും കൊടുത്താൽ അവർ വാങ്ങിച്ച് ഭക്ഷിച്ചോളും. അതുകൊണ്ട് എന്തെല്ലാം ഗുരുവിൻ്റെ കയ്യിലുണ്ടോ അതെല്ലാം ക്രമം പോലെ കൊടുത്തു. അത് മേടിക്കാനൊരു കഴിവും കൂടാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മളും സ്കൂളിൽ പോയാലും എവിടെ പോയാലും സന്തോഷത്തോടെ ഒരു ഗുരു നമുക്ക് തരണമെങ്കിൽ നമ്മളത് കൈക്കൊള്ളാനുള്ള തയ്യാറെടുപ്പ് നമുക്കും വേണം. മടുപ്പില്ലാതെ എത്ര കിട്ടിയാലും വാങ്ങിച്ചോളാന്നുള്ള ഒരു സന്തോഷവും ഗുരുത്വവും എല്ലാ വിനയവും വരുമ്പോൾ തരുന്ന ആൾക്ക് സന്തോഷം കൂടും. അപ്പോൾ അത് കൃപയോടുകൂടി കൊടുക്കുകയും ചെയ്യും. അതെല്ലാം ഭഗവാന്റെ ഉള്ളത്തിൽ തന്നെ നിറഞ്ഞ് കവിയുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാം കൊടുത്തു, വിധി വഴിപോലെ ചെയ്തു. ശാസ്ത്രസാരന്മാർ ഇതെല്ലാം പഠിച്ചങ്ങ് ഉറപ്പിച്ചു. എല്ലാം അവർ ഗ്രഹിച്ചു, മനസ്സിലാക്കി. സർവജ്ഞരെ പഠിപ്പിച്ചു സാന്ദീപനി. സർവജ്ഞർ തശബ്ദം മാത്ര സർവജ്ഞരായി. ആ ഒരു ശബ്ദം ഗുരുവിൻ്റെ വായിൽ നിന്ന് എന്താ വീഴുന്നത് അത് അപ്പോഴേ അങ്ങോട്ട് പകർത്തി അങ്ങ് എടുക്കും, ഒപ്പി അങ്ങ് എടുക്കും. യാതൊരു ഒരു ചിഹ്നം പോലും ഒരടയാളം പോലും വ്യത്യാസമില്ലാതെ അതുപോലെ പകർത്തി ഉറപ്പിച്ച് ഹൃദയത്തിൽ അങ്ങ് സ്പഷ്ടമായി അങ്ങ് ഉറപ്പിച്ചവർ. അങ്ങനെ സർവജ്ഞരായി ദിവ്യവിജ്ഞാനികളായി ഇവരെന്ന് ഓർത്തപ്പോൾ. കാരണം ദിവ്യന്മാരല്ലെങ്കിൽ അത് നടക്കത്തില്ല. എന്ത് കൊടുത്താലും അത് ഈ ലോകത്തിലുള്ളതും ആധ്യാത്മികമായി എല്ലാം കൊടുക്കണം. മനുഷ്യനായിട്ട് പിറന്നുകൊണ്ട് ഈ ലോകത്തിലുള്ള അറിവ് വേണം, എല്ലാം കൊടുക്കണം, എന്നാലല്ലേ പറ്റൂ. അതുകൊണ്ട് ഇവർ സർവജ്ഞരാണെന്ന് മനസ്സിലാക്കി, അവർ ദിവ്യ വിജ്ഞാനികളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ദിവ്യമാകും കലാവിദ്യകളും കൊടുത്തു. എന്താ കലാവിദ്യകൾ? ദിവ്യമാകുന്ന കലാവിദ്യ ദിവ്യത്വമുള്ളതാണ്. ഇപ്പം നമുക്ക് അറിയാം കളരി, യോഗ, അങ്ങനെയുള്ള നല്ല നല്ല കലാവിദ്യകളുണ്ട് ഈശ്വരീയമായിട്ടുള്ളത്. അതിപ്പോൾ ഭരതനാട്യം ഒന്നായാലും ഇപ്പോൾ അവിടെ ഇത് വേണമെന്ന് ഞാൻ പറയുമല്ല, കൃഷ്ണൻ ചിലപ്പോൾ അത് കിട്ടിക്കാണത്തും ഇല്ല, ചിലപ്പോൾ അറിയില്ല. പക്ഷേ ഒരു ഭരതനാട്യം എന്ന് പറഞ്ഞാലും ലോകത്ത് ഈശ്വരൻ്റെ നല്ല നല്ല കീർത്തനങ്ങളാണല്ലോ ഭരതനാട്യം. അതുമല്ല ഭഗവാൻ പരമാത്മാവായ ശിവശങ്കരൻ നാട്യക്കാരനാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് കലകളായാലും അതും ദിവ്യത്വം ഉള്ളതാണ്. ദിവ്യത്വം ഉള്ളത് ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തോന്നും ഭാഗവത പാരായണങ്ങൾ മാത്രമല്ല, എല്ലാ സംഗീതവും ദിവ്യത്വമാണ്. അതുപോലെ ഓരോ കലകളുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് ഭഗവാൻ എടുക്കുന്ന വന്നേക്കുന്നത് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ദിവ്യമായിരിക്കുന്ന കലാവിദ്യകളൊക്കെയും കൊടുത്തു. അത് കളരിയായാലും യോഗയായാലും ഇതൊക്കെ അത് തന്നെയാണ്. അവ്യാജ ഭക്ത രാമമുകുന്ദന്മാർക്ക് ദിവ്യനാ സാന്ദീപനി ഉപദേശിച്ചു. അവ്യാജ ഭക്തൻ, കാരണം നല്ല ശുദ്ധമായ ഭക്തൻ, ഒരു കളങ്കമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഭക്തിയുണ്ട്, യാതൊരു കളങ്കവും അവരുടെ ഉള്ളത്തിലില്ല, യഥാർത്ഥമായ സ്നേഹവും ഭക്തിയാണെന്ന് ഈ ഗുരുവിന് മനസ്സിലായി. അതുകൊണ്ട് അവ്യാജ ഭക്തരായിരിക്കുന്ന ഈ കൃഷ്ണനും രാമനും ദിവ്യനാകുന്ന ഈ സാന്ദീപനി എല്ലാം ഉപദേശിച്ചു കൊടുത്തു. ദിവ്യത്വമുള്ള ഗുരുവാണെന്ന് മനസ്സിലാക്കിയിട്ടുകൊണ്ടാണ് ഈ ഗർഗമഹാമുനി ആ ഗുരുവിനെ തന്നെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ആക്കാൻ നിയോഗിച്ചത്. കാരണം ഇതെല്ലാം കാരണം എന്താ പറയുക, അമ്പും വില്ലും എന്തെല്ലാം പഠിക്കണം. അന്നത്തെ കാലത്ത് എല്ലാ വിദ്യകളും അവിടെ വരും. ഈ ദിവ്യത്തുള്ള എല്ലാ സംഗതികളും പഠിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ ചെന്നാൽ കിട്ടും. ഏതെല്ലാം ഈ ലോകത്തുണ്ട് നല്ല നല്ല വിദ്യകൾ, ഇതെല്ലാം തന്നെ അവിടെ നിന്നെല്ലാം കരസ്ഥമാക്കി എത്രയും പെട്ടെന്ന് തന്നെ. എന്താ കാരണം? ദിവ്യത്തുള്ളവർക്ക് മാത്രമേ അത് ഒരു ദിവ്യൻ കൊടുക്കുന്നത്, ദിവ്യത്തുള്ളവർക്ക് മാത്രമേ അത് ഏറ്റുവാങ്ങാനും അതുപോലെ അത് ഉറപ്പിക്കാനും പറ്റൂ. അതെല്ലാം മനസ്സിലാക്കിയ സാന്ദീപനി. അതുകൊണ്ട് എല്ലാ ഉപദേശങ്ങളും അദ്ദേഹം കൊടുത്തു. നമ്മളും മനസ്സിലാക്കണം. നമുക്ക് ഒരു ഗുരുവിനടക്കം ചെല്ലുമ്പോൾ അപ്പം നമുക്കിപ്പോൾ ഇവിടെ നിന്നും ആധ്യാത്മികമായ ഗുരുക്കന്മാരുടെ രീതി എന്ന് ഗുരുകുല വിദ്യാഭ്യാസം ഇല്ലെന്നല്ല, എവിടെയെങ്കിലൊക്കെ ഉണ്ട്, ആശ്രമങ്ങളൊക്കെ അങ്ങനെയുള്ളതുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മളും ധരിക്കണം ഒരു ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നമ്മൾ ആ ഗുരുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഇച്ഛ അവത്ത് എന്താണ് ആ ഗുരുവിൻ്റെ അഭീഷ്ടങ്ങൾ അത് അറിഞ്ഞ് എന്തും ചെയ്യുന്ന ഒരു വിനയത്തോടുകൂടി ശുദ്ധിയോടുകൂടി അവ്യാജ ഭക്തനായിട്ട് ഒരു കളങ്കമില്ലാത്ത ഭക്തിയോട് നിൽക്കുമ്പോൾ ആ ഗുരുവിനുള്ളതെല്ലാം നമുക്ക് പറഞ്ഞു തരും. അതാണ് കളങ്കമില്ലാത്തൊരു ഹൃദയം എന്ന് നമ്മൾ പറയുന്നത്. എപ്പോഴും ഒരു പൊടി കുഞ്ഞിൻ്റെ ഹൃദയം എന്താണ്, ഒരു മാലിന്യങ്ങളും ഇല്ലാത്ത, ഒരു അസൂയ കുശുമ്പുകളും യാതൊന്നുമില്ല. അങ്ങനെയുള്ളൊരു ഹൃദയമാണ് ഗുരുക്കന്മാർക്ക് ഇഷ്ടം.
അപ്പോഴാണ് നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് നല്ല പാല് ശുദ്ധ പാത്രത്തിൽ ഒഴുകുന്നത് പോലെ, ഒഴിക്കുമ്പോൾ പിരിയാത്തത് പോലെ ഗുരുവിൻ്റെ ദിവ്യത്വമാകുന്ന എല്ലാ അറിവും നമ്മളിലേക്ക് അങ്ങനെയുള്ളൊരു ഒരു ഒരു ശിഷ്യനിലേക്ക് സർവ്വതും കിട്ടും. അത് നമുക്ക് മനസ്സിലാക്കണം. ഇതൊക്കെ പഠിക്കുന്നത് ഇനി വരുന്ന തലമുറ കുഞ്ഞുങ്ങൾക്കൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കൊടുത്താൽ നന്നായി വരും. അതൊക്കെ ഇനി വന്നോളും, കുറച്ച് വന്നോളും. എല്ലായിടവും ഇതൊക്കെ വേണ്ടുന്നതാണ്. ഇന്ന് ലോകം അത്രമാത്രം ഒരു അറിവില്ലാതെ നശിച്ചു കഴിഞ്ഞു. ഇതൊന്നും നമുക്ക് ഇനി ഒന്നേന്ന് പണ്ടത്തെ രീതി വന്നല്ലാതെ നന്നാവാൻ പറ്റുന്നില്ല. കാരണം ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയാത്തൊരു ഇതായിപ്പോയി. ഒരു രക്ഷകർത്താക്കൾക്കും ആത്മീയമായ യാതൊന്നും അറിയില്ല, ഒരറിവും ഇല്ല. എല്ലാവരുടെയും കാര്യമല്ല, പലർക്കും അറിവുള്ളവരുണ്ട്, അവർ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും സർവ്വ എണ്ണം ഒരുപോലെ പഠിച്ചു വരണമെങ്കിൽ ഇത് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ അവിടെ വേണം. ഒരു ക്ഷേത്രത്തിലായാലും ഇതൊക്കെ വെച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ എല്ലാവരും നന്നാവത്തില്ലേ? ഇന്നൊരു തലമുറ ഇതിനു വേണ്ടി ആരും ശ്രമിക്കുന്നില്ല, എങ്ങനെയോ ജീവിച്ചു പോകുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി അതും പറക്കമുറ്റുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും പോയി ഒരു വിവരമില്ലാത്ത കുട്ടികൾ ഏതെല്ലാം വെള്ളത്തിൽ ചാടിയായാലും ഏതെല്ലാം അപകടത്തിൽപ്പെട്ടാലും എങ്ങനെ, അതൊക്കെയാണ് ഇന്നത്തെ ലോകത്ത് പഠിപ്പിച്ചു വച്ചേക്കുന്നത്. രക്ഷകർത്താക്കൾക്ക് യാതൊരു സൂക്ഷ്മവും ഇല്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ നന്നാക്കണമെന്നോ എങ്ങനെ വഴിതെളിച്ച് വിടണമെന്നൊന്നും ഒരു ചിന്തയില്ലാതെയാണ് ഇന്ന്. നമുക്ക് അതിൻ്റെ ബാക്കിന് നമുക്ക് ഗുരുദക്ഷിണ, ഈ ഗുരുവിന് എന്താണ് ദക്ഷിണ കൊടുക്കേണ്ടതെന്നാണ് ഇനി നമുക്ക് വായിക്കാൻ പോണത്. ദിവ്യവിജ്ഞാനികളാം ഇവരെന്നോർത്ത് ദിവ്യമാകും കലാവിദ്യകളൊക്കെയും അവ്യാജ ഭക്ത രാമമുകുന്ദന്മാർക്ക് ദിവ്യനാം സാന്ദീപനി ഉപദേശിച്ചു. ഗുരുദക്ഷിണ. ദക്ഷരാം രാമകൃഷ്ണന്മാരതു നേരം ദക്ഷിണ ചെയ്വതിന് എന്തെന്ന് ചൊൽകന്നാർ. എന്താ ദക്ഷിണ എന്ന് പറയാൻ ചോദിച്ചു. എന്നതു കേട്ടു പറഞ്ഞിതു ഭൂസുരൻ. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ച് ഗുരുവിന് എന്താണ് ദക്ഷിണ തരേണ്ടത് എന്ന് അന്നൊക്കെ അങ്ങനെയാ, ഗുരു എന്താണ് ഇച്ഛിക്കുന്നത് അതാണ്. എന്നാൽ ഇത് വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, നമുക്കറിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ച് ദക്ഷിണ ചെയ്യുന്നതിന് എന്തെന്ന് ചൊല്ലുക പറയൂ എന്ന് ഗുരുവിനോട് ചോദിച്ചു. എന്നതു കേട്ടു പറഞ്ഞിതു ഭൂസുരൻ. അപ്പോൾ ബ്രാഹ്മണൻ സാന്ദീപനി എന്തു പറഞ്ഞു? തന്നുടെ പത്നിയോടും നിരൂപിച്ചവൻ ദിവ്യപുമാന്മാരിവരെന്നുറച്ചിട്ട്. അപ്പം സ്വന്തം ഭാര്യയോടുകൂടെ നിരൂപിച്ച്. എന്താ നമുക്ക് ചോദിക്കേണ്ടത്? കുഞ്ഞുങ്ങൾ ചോദിക്കുന്നല്ലോ ഗുരുദക്ഷിണയായിട്ട് എന്താ വേണ്ടതെന്ന്. അങ്ങനെ ഭാര്യയായ പത്നി ഗുരുവിൻ്റെ ഭാര്യയോട് ആലോചിച്ച് നിരൂപിച്ച് ദിവ്യപുമാന്മാരൊക്കെ ഈ കുഞ്ഞുങ്ങൾ ദിവ്യപുമാന്മാരാണ്, അവിടെ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ഇവരുടെ നമുക്ക് എന്ത് ചോദിച്ചാലും ദിവ്യന്മാരാണെങ്കിൽ എന്തും കിട്ടുമെന്നറിയാം. എന്ത് ചോദിച്ചാലും ദിവ്യത്വമുള്ളവരല്ലേ, അപ്പോൾ എന്ത് സാധിച്ച് കിട്ടും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു എന്താ നമുക്ക് ചോദിക്കേണ്ടത് ഈ കുഞ്ഞുങ്ങളോട്. എങ്ങനത്തെ കുഞ്ഞുങ്ങളാ? ദിവ്യപുമാന്മാർ ഇവരെന്ന് ഉറച്ചു. ഈ കുട്ടികൾ ദിവ്യത്വമുള്ളവരാണെന്ന് അവർ ഉറച്ചിട്ട് എന്ത് ചോദിച്ചു? ദിവ്യനാം സാന്ദീപനി പറഞ്ഞിടിനാൻ. അതായത് ഗുരു പറഞ്ഞു, മുന്നം പ്രഭാസ തീർത്ഥത്തിൽ കുളിക്കുമ്പോൾ എന്നുടെ നന്ദനൻ തന്നെ ഞാൻ കണ്ടില്ല. മുമ്പ് പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ മകനെ ഞാൻ കണ്ടില്ല. എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. കുളിച്ചുകൊണ്ട് നിന്നെന്ന് മാത്രമേ അറിയൂ, എങ്ങോട്ട് പോയോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇന്നിഹ എന്താ ചോദിക്കുകയാണ്, എന്താ ഗുരുവിൻ്റെ ദക്ഷിണ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഗുരു പറയുന്നത്, എൻ്റെ കുട്ടി മുമ്പൊരിക്കൽ പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാതെ പോയി, ഞാൻ കണ്ടില്ല. ഇന്നിവിടെ അതായത് നിഹ കൊണ്ടുവന്ന്, അതായത് കൊണ്ടുവന്ന് കൊണ്ട് തരണം എന്നുള്ള, കൊണ്ടുവന്ന് തന്നത് എന്നാകെ ഇവിടെ ഇന്ന് എനിക്കിവിടെ കൊണ്ട് തന്നാൽ ആ കുട്ടിയെ ദിവ്യത്വം ഉള്ളതുകൊണ്ട് എവിടെ ആയാലും കണ്ടുപിടിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളാണെന്ന് ഈ ഗുരുവിന് അറിയാവുന്ന എനിക്ക് ഇന്നിവിടെ ആ കുട്ടിയെ എനിക്ക് കൊണ്ട് തന്നാൽ ഇന്ന് ഇതിന്മീതെ മറ്റില്ല ഒരാഗ്രഹം എനിക്ക്, ഇതിൽ പരം വേറെ ഒന്നും എനിക്ക് കിട്ടാനില്ല. അതാണ് ഗുരു പറഞ്ഞത്. സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവ് ദിവ്യത്വമുള്ള കുഞ്ഞുങ്ങളാണെന്ന് മനസ്സിലായപ്പോൾ ഭാര്യയും അതായത് ഗുരുവും ഗുരുപത്നിയും കൂടെ തീരുമാനിച്ചു, ഇവർ ദിവ്യത്വമുള്ള കുഞ്ഞുങ്ങളാണ്, നമുക്ക് ആ കുഞ്ഞിനെ കാണാതെ പോയ കുട്ടിയെ കിട്ടാമെങ്കിൽ എത്രയോ നമുക്ക് സന്തോഷമാവും. കുട്ടികൾ വിചാരിച്ച് നടക്കുക, കാരണം ഇവർ ദിവ്യത്വമുള്ള യഥാർത്ഥമായിരിക്കുന്ന പരബ്രഹ്മ വസ്തുവിൽ നിന്ന് ഉണ്ടായതാണെന്ന് അവർക്ക് അറിയാം.
ഈ ഗുരുവിന് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും മഹിമ ഒരു പ്രാവശ്യം ഒന്ന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു വട്ടം പറയുമ്പോൾ തന്നെ എല്ലാവരും ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ചോദിച്ചു, ഇവിടെ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് തന്നാൽ എനിക്ക് ഇതിന്മീതെ ഒരാഗ്രഹം വേറൊന്നും എനിക്ക് വേണ്ട. ഇന്നിഹ കൊണ്ടെന്ന് തന്നിതെന്നാകിലോ ഇന്നിതിന്മീതെ മറ്റില്ലിങ്ങൊരാഗ്രഹം എനിക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല എന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ശിഷ്യന്മാരോട് ഗുരു പറഞ്ഞു. അങ്ങനെ തന്നെ എന്നാശു മുകുന്ദനും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ തന്നെയെന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ എത്രമാത്രം ഒരൊറ്റ ഉറപ്പല്ലേ, അത് ചിന്തിച്ചതുപോലുമില്ല. ഭഗവാൻ അങ്ങനെ തന്നെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അവിടെ എന്തെങ്കിലും നോക്കട്ടെ, അല്ലെങ്കിൽ അതാണ് നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമുക്ക് ആ ഗുരുവും ശിഷ്യനുള്ള ബന്ധം അത്രമാത്രം ഒന്നാണ്. ആ ഗുരുവും കൃഷ്ണനും ഒന്നാണ്, പരബ്രഹ്മമാണ് രണ്ടിലും. ആ ഒന്നെന്നുള്ള ചിന്തയാകുമ്പോൾ പിന്നെ അവിടെ അജ്ഞാനിക്കേണ്ട കാര്യമുണ്ടോ? ഗുരു ചോദിക്കുന്നു, ഉത്തരം ഉടനെ. നമ്മളത് പഠിച്ചിട്ട് നമ്മൾ എന്താകണം? നമുക്കും ഭഗവാനും നമ്മൾക്കും ഒന്നാകണം. നമ്മളൊന്ന് ആജ്ഞാപിക്കുകയൊന്നും വേണ്ട, ഈ ഗുരു പറഞ്ഞതൊന്നും ഭാവന ചെയ്താൽ മതി. ഭഗവാനെ എന്നുള്ള മനസ്സിലോട്ടൊന്ന് കാണിച്ചിട്ട് എൻ്റെ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി. അതാണ് ഭഗവാനും ഒരു ഭക്തനും അല്ലെങ്കിൽ ഒരു ശിഷ്യനും അല്ലെങ്കിൽ ഒരു ഗുരുവും ഇതെല്ലാം ഒന്നാ, ഏകമായി തീർന്നു അവർ. ഭഗവാൻ ദിവ്യനാണു, ഈ ദിവ്യമായിരിക്കുന്ന ഗുരുവാണ്. രണ്ടുപേരും ഒരേ ത്രാസിൽ രണ്ട് തട്ടിൽ വെച്ചാൽ രണ്ടുപേർക്കും ഒരുപോലെ നിൽക്കുമെന്ന്. അതാണ് ഒരു ഗുരുവും ശിഷ്യനും. അപ്പോൾ അദ്ദേഹം ചോദിച്ചതും ഒരു ഗുരുവിൻ്റെ ആജ്ഞ എന്താണ് ഇച്ഛ അതനുസരിച്ചൊരു ശിഷ്യൻ കൊടുക്കാനും ഉടനെ പറഞ്ഞു, അങ്ങനെ തന്നെ എന്നാശു മുകുന്ദനും തന്നെ ജ്യേഷ്ഠനുമായി രഥം ഏറിപ്പോയി ചെന്ന് സമുദ്രതീരെ നിന്ന് അത് കണ്ട്. കുളിച്ചുകൊണ്ടിരിക്കുമ്പം വരണദേവനല്ലേ അതിൻ്റെ എല്ലാം തലവൻ, പിന്നെ ജലദേവൻ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ജ്യേഷ്ഠൻ രാമനുമായി രഥമേറിപ്പോയി സമുദ്രതീരത്ത് എന്ന് നിന്നു. അപ്പോഴെന്ത് കണ്ടു? ഭഗവാനും രാമനും സമുദ്രത്തിൻ്റെ തീരത്ത് നിന്നത് കണ്ടപ്പോൾ വന്നു വരുണൻ നമസ്കരിച്ചിടിനാൻ. വരുണൻ ജലദേവൻ വന്നു. ഈ ഭഗവാനും രാമനും എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ സമുദ്രതീരത്ത്? അങ്ങനെ വരുണൻ വന്ന് കണ്ടു. ഇതെന്താ നിങ്ങളിങ്ങനെ ഇവിടെ ചിന്തിച്ചുകൊണ്ട് വന്നു? പെട്ടെന്ന് തന്നെ വരുണൻ ഭഗവാൻ നമസ്കരിച്ചു. അപ്പോൾ മുകുന്ദൻ അരുൾ ചെയ്തത് ഇത്തരം, അപ്പതേ മൽ ഗുരുപുത്രനെ വൈകാതെ തന്നിട വേണം എന്നങ്ങ് അതു കേട്ടപ്പോൾ നിന്ന വരുണൻ പറഞ്ഞിതു തൽവൃത്തം. അപ്പം മപ്പതേ, അതായത് ജലദേവനെ വിളിക്കുകയാണ്. അപ്പു വെള്ളം, അപ്പതേ. അപ്പോൾ മുകുന്ദൻ അരുൾ ചെയ്തത് ഇത്തരം, എന്താണ്? നമസ്കരിച്ചപ്പോൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നു ചിന്തിച്ചും കൊണ്ട് വന്ന് ഈ കൃഷ്ണനും രാമനുമാണല്ലോ. പെട്ടെന്ന് വന്ന് വരുണദേവൻ നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്? അപ്പതേ. ഇവിടെ മാ അല്ല, ഇവിടെ ചെയ്തത് ഇത്തരം അപ്പതേ പറയണം. അപ്പു വെള്ളം, അപ്പതേ വരുണദേവൻ, വെള്ളത്തിൻ്റെ ദേവൻ, ജലദേവൻ. അപ്പോൾ ചോദിച്ചു, അപ്പതേ മൽ ഗുരുപുത്രനെ, എൻ്റെ ഗുരുവിൻ്റെ, മൽ എൻ്റെ ഗുരുപുത്രനെ വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ തന്നീട വേണം എന്നങ്ങ് അത് കേട്ടപ്പോൾ നിന്ന വരുണൻ പറഞ്ഞിതു തത്വൃത്തം. ഇത്രയും കേട്ടപ്പോൾ തന്നെ വരുണദേവൻ എന്തു പറഞ്ഞു? വൃത്തം എന്താ യഥാർത്ഥമായ കാര്യം പറഞ്ഞു കൊടുത്തു. മജ്ജലം തന്നിൽ വസിക്കുന്നു നിത്യവും നിർജ്ജര വൈരിയാം പഞ്ചജനൻ അവൻ വഞ്ചിച്ചിതു ഭവദേശികൻ തന്നെയും അഞ്ചാത പുത്രനെ കട്ടതവനല്ലോ. അപ്പം ഈ ജലത്തിൽ വസിക്കുന്ന, നിത്യവും വസിക്കുന്നത് ആരാ? നിർജ്ജര വൈരിയായ പഞ്ചജനൻ എന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക, വലിയ നല്ലവനൊന്നും അല്ല, ഇച്ചിരി ഇതാണ്. ഇത് എന്തോ പിന്നെ അസുരനെ പോലെയാണ്, അസുരനെങ്ങാണ്ട. അപ്പോൾ ഈ നിത്യവും ഈ ജലത്തിൽ, ഈ മജ്ജലം, എൻ്റെ ഈ ജലത്തിൽ, ഈ സമുദ്രത്തിൽ വസിക്കുന്നു നിത്യവും ആരാ? പഞ്ചജനൻ. ഈ പഞ്ചജനൻ വഞ്ചിച്ചതാണ് ഭവദേശികൻ, അതായത് ഭവദേശിച്ച ഗുരു സന്ദീപനി, ഗുരുവിൻ്റെ പുത്രനെ, അദ്ദേഹത്തിനെ വഞ്ചിച്ചതാണ് ആ കുട്ടിയെ. ഈ പഞ്ചജനൻ അഞ്ചാത പുത്രനെ കട്ടതവനാണ്. ഒരു ദാക്ഷിണ്യമില്ലാതെ തന്നെ ഈ കുട്ടിയെ, ഗുരുവിൻ്റെ പുത്രനെ കട്ടത് ആരാണ്? ഈ പഞ്ചജനനാണ് എന്ന് വരുണദേവൻ പറഞ്ഞു കൊടുത്തു. അഞ്ചാത പുത്രനെ കട്ടത് അവനല്ലോ. അപ്പോൾ അവനാണ് വഞ്ചിച്ചത്, പഞ്ചജനൻ. അല്ലാതെ ജലദേവനൊന്നും അറിയത്തില്ല.
ഇവിടെ നിത്യമായി ഉള്ളത് പഞ്ചജനാണ്. അവനാണ് വഞ്ചിച്ചത്. ഗുരുവിൻ്റെ പുത്രനെ കട്ടത് അവനാണ്. മായാവി ശംഖരൂപം പൂണ്ടിരിക്കുന്നു. അവനൊരു മായാവിയാണ്. അവൻ അത്ര നല്ലവനല്ല. അവൻ ശംഖിൻ്റെ രൂപം പൂണ്ടാണ് അവൻ ഇവിടെ വെള്ളത്തിൽ കഴിയുന്നത്. കാരണം ശംഖിന് വെള്ളത്തിൽ ശംഖാണല്ലോ, ഈ കക്ക ശംഖ് ഇങ്ങനെയൊക്കെ ഉള്ളത് തോടുള്ളതാണ്. അപ്പോൾ ഈ ശംഖ് പുറമേ ശംഖിൻ്റെ രൂപം, അകത്ത് ആരാ കുടിയുള്ളത്? ഈ മായാവിയാണ്. ശംഖിൻ്റെ രൂപം എടുത്തുകൊണ്ട് വെള്ളത്തിൽ തന്നെ കഴിയുക ആരാ? ഈ മായാവിയായിരിക്കുന്ന പഞ്ചജനൻ. മായാപദേ പരമാർത്ഥങ്ങൾ ഇത്തരം. ഭഗവാൻ കൃഷ്ണൻ മായാപദേശം എന്താണ്? പ്രപഞ്ചം മായാ ഗുണങ്ങളാണല്ലോ. മഹാമായയുടെ ഭർത്താവിനാണ് മായാപദേ. അതായത് ഈ പ്രപഞ്ചം ഇരിക്കുന്ന ഈ ഭൂമിയുടെ ഭർത്താവേ കൃഷ്ണ എന്ന് ആര് പറയുന്നു? വരണദേവൻ. മായാപദേ ഭഗവാനെ കൃഷ്ണ, പരമാർത്ഥം ഇതാണ്. ഈ പഞ്ചജനാണ് ഗുരുവിൻ്റെ പുത്രനെ കട്ടത്. അല്ലാതെ അവൻ ശംഖിനകത്താണ് ഇരിക്കുന്നത്, മായാവിയാണ് എന്നതു കേട്ടുടൻ അംബസി ചെന്നുടൻ കൊന്നിതു ശംഖനെ കൃഷ്ണൻ അതു നീരം. അത് കേട്ടപ്പോൾ തന്നെ അംബസി വെള്ളത്തിൽ ചെന്ന് ഭഗവാൻ എന്ത് ചെയ്ത്? കൊന്നു ശംഖനെ കൊന്നിട്ട് കൃഷ്ണൻ അത് നേരം ശംഖത്തിനുള്ളിൽ ഗുരുസുതം കണ്ടീല. കൊന്നിട്ടൊന്നും ശംഖിനകത്ത് ഗുരുവിൻ്റെ പുത്രനെ കണ്ടീല. സുതം കുട്ടി, പുത്രൻ, ഗുരുവിൻ്റെ പുത്രനെ. ആ ശംഖിനെ കൊന്നെങ്കിലും ശംഖിനകത്ത് കുഞ്ഞിനെ കണ്ടീല. ശംഖുമെടുത്തു പോന്നിടിനാൻ കേശവൻ പഞ്ചജന ദേഹ സംഭവ ശംഖിഹ. അപ്പോൾ എന്തോന്ന്? ഈ ശംഖ് പിന്നെ എടുത്തുകൊണ്ട് ഭഗവാൻ ഈ കേശവൻ കൃഷ്ണൻ ഈ ശംഖനെ കൊന്നിട്ടൊന്നും അതിൽ പുത്രനെ കിട്ടില്ലെങ്കിൽ ശംഖും കൊണ്ട് തന്നെ ആ പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ അതാണ് ആ ശംഖ്. അപ്പോൾ ഈ ശംഖും കൊണ്ട് ഭഗവാൻ അതുകൊണ്ട് ഇനി പോരുന്നു. പഞ്ചജന ദേഹ സംഭവ ശംഖിഹ. ആ ശംഖ് ഇവിടെ പാഞ്ചജന്യമതാമെന്ന് ചൊല്ലുന്നത്. ഇതാണ് ഭഗവാന്റെ കയ്യിലെ പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ്. പാഞ്ചജന്യം കൗരവരോ ഇങ്ങനെ ആ യുദ്ധത്തിന് തന്നെ ഭഗവാന്റെ പാഞ്ചജന്യം മുഴക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. ഈ പാഞ്ചജന്യമാണ് ഈ ശംഖ്. അത് ഈ ശംഖിനെ കൊല്ലാൻ കാരണം എന്താ? ഈ വരുണൻ പറഞ്ഞു ശംഖം എന്ന് പറഞ്ഞാൽ ആ മായാവിയുടെ ശംഖിനകത്താണ് ഈ കുഞ്ഞിനെ, ഗുരുവിൻ്റെ കുട്ടിയെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഭഗവാൻ ചെന്നത് കൊന്നപ്പോൾ എന്താ? അതിൽ ഗുരുവിൻ്റെ കുഞ്ഞിനെ കണ്ടില്ല. അപ്പം പിന്നെ ആ ശംഖും എടുത്തുകൊണ്ട് ഇനി പോരുന്നു. അതാണ് പാഞ്ചജന്യമതാമെന്ന് ചൊല്ലുന്നത്. ഇതാണ് പാഞ്ചജന്യം എന്ന് പറയുന്നത്. പാഞ്ചജന്യം വിളിച്ചങ്ങനെ കൃഷ്ണനും പിന്നെ ആ പാഞ്ചജന്യം വിളിച്ചും കൊണ്ട് അത് ഊതിക്കൊണ്ട് അഞ്ചിതരാമനുമായി രഥത്തൂടെ പോയി കാലപുരം പുക്ക നേരത്ത് നാരകേ കാലാജ്ഞയ കിടന്നിടും ജനത്തിനും കാലം സുഖമായി വന്നതു കാണുകയാൽ. അപ്പം വെള്ളത്തിൽ കുഞ്ഞില്ലെങ്കിൽ ശംഖിനകത്തും കുഞ്ഞില്ല, പിന്നെ കുഞ്ഞെവിടെയായിരിക്കും? കാലപുരിയിലായിരിക്കും. കാലന്മാർ കൊണ്ടുപോയി കാണുന്നത്. അപ്പോൾ ഭഗവാൻ ഈ ശംഖ് ഊതിക്കൊണ്ട് എവിടെ നിന്ന്? കാലപുരിയിൽ പോയി. കാലപുരം ബുക്ക് അവിടേക്ക് ചെന്നു. നാരകം ചെന്നായി നരകത്തിലേക്ക്. അപ്പോൾ അവിടേക്ക് ചെന്നു. കാലാജ്ഞയാ കിടന്നിടും ജനത്തിനും. അപ്പോൾ കാലപുരം ചെന്നിട്ട് കാലിൻ്റെ ആജ്ഞപ്രകാരം അവിടെ ആരാ കിടക്കുന്നത്? ഇതുപോലെ മരിച്ച് നരകത്തിലേക്ക് പോകുന്നവരെല്ലാവരും അവിടെ ഉണ്ട്. ഒരുപാട് ജനങ്ങളുണ്ട് അവിടെ. ദുഷ്ടത നിറഞ്ഞ ജനങ്ങൾ മരിക്കുമ്പോൾ അവിടെ അല്ലേ പോകുന്നത്. അതുകൊണ്ട് കാലപുരത്ത് ചെന്നപ്പോൾ കാലൻ്റെ ആജ്ഞയാ, കാലൻ അവിടേക്ക് കൊണ്ടുചെല്ലുന്ന ജനങ്ങളെല്ലാം അവിടെ കിടക്കുന്നു. അപ്പം ജനത്തിനും കാലം സുഖമായി വന്നത് കാണുക എന്താ? അവരിതുവരെ ഒരു കൃഷ്ണനെയോ ഒരു ശംഖിൻ്റെ മുഴക്കമെല്ലാം കേൾക്കാൻ പറ്റുമോ? അവിടെ ദുഷ്ടത നിറഞ്ഞ നരകമല്ലേ. ഭഗവാൻ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക്, ഈ കിടന്ന് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് എന്തുവന്ന്? സുഖമായി തോന്നി. അവിടെ നരകത്തിൽ കിടക്കുമല്ലേ. അപ്പോൾ ഭഗവാനോട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടാവുമല്ലോ. കാരണം ഭഗവാന്റെ കൂടെ ലക്ഷ്മിയുണ്ട്. അപ്പോൾ നരകക്കുഴിയിലാണെങ്കിലും ഭഗവാനൊന്ന് ചെന്നപ്പോൾ അവർക്കൊരു ആശ്വാസം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ കാലപുരം പുക്ക നേരത്ത് നാരകേ കാലാജ്ഞയ. അത് നരകത്തിൽ കിടക്കുന്ന ജനത്തിന് ആ സമയത്ത് കാലം, അതുകൊണ്ട് ആ കൃഷ്ണൻ ചെന്ന സമയത്ത് സുഖമായി വന്നത് കാണുകയാൽ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ആ കഷ്ടപ്പെട്ട് നരകത്തിൽ കിടക്കുന്ന ജനങ്ങൾക്ക് അല്പം ആശ്വാസം ഉണ്ടായി കണ്ടപ്പോൾ. കാലഭൃത്യന്മാർ ഭ്രമിച്ചത് അതു നേരം. അവിടുത്തെ കാലന്മാർ പറയുമ്പോൾ എല്ലാം അനുസരിച്ച് ചെയ്യുന്ന ജോലിക്കാരായ ദാസന്മാർക്ക് എന്തോന്ന് ഭ്രമം ഉണ്ടായി. എന്താവാ ഇവിടെ കൃഷ്ണൻ ഇങ്ങനെ വരാൻ കാരണം? ഭൃത്യന്മാർക്കൊരു ഭയം, ഇനി ഞങ്ങളങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുവന്ന ജനങ്ങൾക്ക് കാണാൻ വ്യത്യാസമുണ്ടോ? അവർ ഇവിടേക്ക് വരാനുള്ളവരല്ലായിരുന്നോ? കാരണം കൃഷ്ണൻ തിരക്കി വരുമ്പോൾ എന്തെങ്കിലും തക്കതായ കാര്യമില്ലാതെ നരകത്തിൽ പോകൂലെന്ന് ഭൃത്യന്മാർക്കറിയാം. ഭൃത്യന്മാരാണല്ലോ നമ്മളൊക്കെ മരിക്കാൻ നേരത്ത് വന്ന് കാലൻ്റെ ആജ്ഞപ്രകാരം നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കാലൻ്റെ ദാസന്മാരായ ഈ കാലഭൃത്യന്മാർക്ക് ഒരു ഭ്രമം ഉണ്ടായി. ഇവിടെ കൃഷ്ണൻ ഇവിടെ വരണമെങ്കിൽ എന്തോ തക്കതായ കാര്യം കാണും.
എന്ന് കൃഷ്ണൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും മരിച്ച് ഇവിടെ കൊണ്ട് വന്നിട്ടുണ്ടോ, ഇഷ്ടമുള്ള ഭക്തന്മാരാരെങ്കിലും എന്നൊക്കെ ഒരു ഭ്രമം അവർക്കുണ്ടാവും. അതുകൊണ്ട് കാലഭൃത്യന്മാർ ഭ്രമിച്ചതു നേരം കാലസ്വരൂപൻ നരകാരി തന്നെ ലീലകൾ ചിന്തിപ്പവർക്കില്ല സങ്കടം. അപ്പം കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാന കാലസ്വരൂപൻ. കാലകാലൻ ആരാ? പരമശിവനാ. അത് നാരായണനാ. പരമേശ്വരൻ എന്ന് പറയുമ്പോൾ നാരായണൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാലസ്വരൂപൻ ഭഗവാൻ കൃഷ്ണൻ ഈ നരകാരി തന്നെ ലീലകൾ, അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകൾ ചിന്തിപ്പവർക്ക് ഇല്ല സങ്കടം. അപ്പോൾ ഭഗവാൻ എവിടെ ചെന്നാലും ഭഗവാൻ എന്ന് ചിന്തിച്ചാൽ അവിടെ സങ്കടം മാറുമെന്നാണ്. അപ്പോൾ ഭഗവാൻ അവിടെ ചെന്നപ്പോൾ അവിടെ നരകത്തിൽ കിടക്കുന്നതൊക്കെ ഒന്ന് ചിന്തിക്കും, എന്താ ഇവിടെ ഭഗവാൻ വരാൻ കാരണം. ഉടനെ തന്നെ അവർക്ക് സന്തോഷമുണ്ടായി. നരകത്തിൽ കിടന്ന് അനുഭവിച്ച് ദുഷ്ടത്തരങ്ങളാൽ ചെയ്ത് കിടക്കുന്നവരാണെങ്കിലും ഭഗവാൻ അവിടെ ചെന്നപ്പോൾ അവരൊന്ന് ചിന്തിച്ച് ഈ നരകത്തിൽ കിടക്കുക എന്താ ഭഗവാൻ ഇവിടെ കണ്ടത്, എന്താ കാരണം ചിന്തിച്ചപ്പോൾ തന്നെ അവർക്ക് എന്ത് വന്നു? സന്തോഷമുണ്ടായി നരകത്തിൽ കിടക്കുന്നവർക്ക്. അതുകൊണ്ട് ഭഗവാന്റെ ലീലകൾ, ഈ കാലസ്വരൂപനായിരുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ നരകാരി കൃഷ്ണനാണ്. നരകാരി അങ്ങനെ നരക അരി, നരകത്തിൻ്റെ ശത്രു, അത് ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ ഈ ലീലകൾ അവിടെ ശംഖ് ഊതിക്കൊണ്ട് ചെന്നപ്പോൾ ഭഗവാന്റെ കളിയാണല്ലോ നരകത്തിൽ. അപ്പോൾ അവിടെ കിടക്കുന്ന ജനങ്ങൾക്ക് ചിന്തിപ്പവർക്കില്ല സങ്കടം, ഒരു സങ്കടവും ഇല്ല. ഘോരമാം ശംഖധ്വനി പൂരഘോഷേണ ഘോര യമപുരി കീഴ്മേൽ മറിച്ചത്. ഭഗവാന്റെ ആ ശംഖിൻ്റെ നാദം കേട്ടപ്പോൾ ആ ഭഗവാന്റെ ലീലയല്ലേ, ആ ഭഗവാന്റെ ഘോരമായിരുന്ന ശംഖധ്വനി അത്രയ്ക്ക് എന്താ പറയുക, ഇടിമുഴങ്ങുന്നതുപോലുള്ള ശബ്ദമാണ്. അത് പൂരഘോഷണ കേട്ടപ്പോൾ ഘോര യമപുരി, എന്താ ഈ ഘോര യമപുരി? അത്ര കാഠിന്യമേറിയ നരകക്കുഴിയാണ്. അത്രമാത്രം ദുഷ്ടത നിറഞ്ഞ ജനങ്ങളെ മരണത്തിലേക്ക്, അതാണ് മരണക്കുഴി. കാലദൂതന്മാർ വന്ന് കൊണ്ടുപോകുമ്പം അവിടുത്തെ ഭൃത്യന്മാരാണല്ലോ അവർ ആ യമപുരിയിൽ കീഴ്മേൽ മറിച്ചു. എന്താ കീഴ്മേൽ മറിക്കുന്നത്? അത്ര നാദമാ ഭഗവാന്റെ ശംഖധ്വനിയുടെ നാദം. അത് കേട്ടപ്പോൾ യമപുരി എല്ലാം കീഴ്മേൽ താഴെയെല്ലാം മുകളിലേക്കായി, മുകളിലെല്ലാം ഉള്ളതെല്ലാം താഴേക്കായി. അങ്ങനെ കീഴ്മേൽ മറിച്ചതു. കാലനും വന്നു നമസ്കരിച്ചിട്ടുടൻ ചാലവേ മാനിച്ചു പൂജിച്ചു നിന്നപ്പോൾ കാരുണ്യമൂർത്തി മുകുന്ദൻ അരുൾ ചെയ്തു. ഭഗവാനെ കണ്ടപ്പോൾ കാലൻ വന്ന് നമസ്കരിച്ചു. യഥാർത്ഥ യമൻ. മറ്റത് അവിടുത്തെ ഭൃത്യന്മാരാണ് കണ്ടതും ഭ്രമിച്ചതുമല്ല. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വന്നെന്ന് ഈ നാദം കേട്ടാൽ ആരും എത്തിപ്പെടും. അപ്പോൾ കാലൻ വന്ന് നോക്കും, ഇതെന്താ എവിടുന്നാ ഇത്രയും നാദം, ഈ ഇടിമുഴക്കം പോലെ നല്ല ശബ്ദം, ഘോരനാദം, ശംഖിൻ്റെ നാദം. അപ്പോൾ ഉടനെ തന്നെ കാലൻ അവിടെ വന്നു ഭഗവാനെ നമസ്കരിച്ചിട്ട് പറയുന്നു, ചാലവേ ഭഗവാൻ അടുക്കലേക്ക് വന്ന് മാനിച്ച് പൂജിച്ച് നിന്ന്. ഭക്തിയാമണ്ണം കാലനാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ആരാണ്? കൊച്ചു കാലനല്ലേ, ഭഗവാനല്ലേ കാലകാലൻ. ആ കാലൻ്റെയും കാലനാ ഭഗവാൻ. അപ്പം കാലന് ഒരു കാലനുണ്ട്, അതാണ് പരമാത്മാവായ പരമേശ്വരൻ നമ്മൾ പറഞ്ഞ കാലകാലൻ ശിവനാണ്. ആ ശിവൻ എന്ന് പറയുന്നത് നാരായണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഏകമാ, അവിടെ രണ്ടില്ലല്ലോ, അദ്വൈതമാണല്ലോ. ഓരോരുത്തർക്കും ഓരോ തൊഴിൽ അവിടെ കൊടുത്തേക്കുക. ഇതെല്ലാം ഈശ്വരൻ ഏകനാണല്ലോ. ബ്രഹ്മാവായ ഭഗവാൻ പരമാത്മാവ് നിന്ന് സൃഷ്ടിക്കുന്നു. ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ രക്ഷിക്കുന്നത്. ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ് ശിവനായി നിന്നുകൊണ്ട് നമ്മളെ സംഹരിക്കുന്നതും. അപ്പോൾ ഇതെല്ലാം ഒന്നാണല്ലോ, ഏകമാണല്ലോ. അപ്പം എന്ത് വന്നു? ചാലവേ വന്ന് എന്താ പറയുക, ഈ കാലൻ യമൻ വന്ന് പൂജിച്ച് നന്നായി സ്നേഹിച്ച് ഭക്തിയോടുകൂടി ഭഗവാനൊക്കെ നിന്നു. എന്താ ആ കാലനെ കൂടെ വധിക്കുന്നതാണ് ഈശ്വരൻ കൃഷ്ണൻ്റെ അതായത് കൃഷ്ണൻ അവതാരം. അപ്പോൾ കൃഷ്ണനെ വന്ന് പൂജിച്ചത് എന്താണ്? കാലൻ്റെയും കാലനാണ് ഭഗവാൻ പരമാത്മാവ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഈശ്വരനാണ് കൃഷ്ണൻ. കാരുണ്യമൂർത്തിയായ കൃഷ്ണൻ എന്തോ പറഞ്ഞു, മുകുന്ദൻ അരുൾ ചെയ്തു. പാരാതെ മൽ ഗുരുപുത്രനെ നൽക നീ. കാലനോട് പറഞ്ഞു, വന്നിച്ച് നിന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, പെട്ടെന്ന് പാരാതെ പെട്ടെന്ന് തന്നെ മൽ എൻ്റെ ഗുരുപുത്രനെ കൊണ്ടുവരിക, നൽക നീ യമനോട് പറഞ്ഞു. അപ്പോൾ എന്നതു കേട്ടു ഗുരുപുത്രനെ ക്ഷണം നന്ദാത്മജന്മാർക്ക് നൽകി പറഞ്ഞതു. അപ്പോൾ തന്നെ ഭഗവാൻ ഇത് ആജ്ഞ കൊടുത്തു, പെട്ടെന്ന് തന്നെ എൻ്റെ ഗുരുവിൻ്റെ പുത്രനെ കൊണ്ടുവരൂ. അപ്പോൾ തന്നെ കേട്ടു ഗുരുപുത്രനെ ക്ഷണം പെട്ടെന്ന് തന്നെ നന്ദാത്മജന്മാർക്ക് നൽകി കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പറഞ്ഞതു, ത്വൽ കൃപ കൊണ്ടിവണ്ണം ദുഷ്ടവർഗത്തെ ദുഷ്കൃതി ദണ്ഡങ്ങൾ ചെയ്യുന്നിവരെ ഞാൻ സത്യസ്വരൂപ നിൻ കാരുണ്യം എന്നുള്ളിൽ നിത്യം ഉണ്ടാക വേണം ജഗൽപ്രഭു. അപ്പോൾ ആ കാലന് എന്താ ഭഗവാനോട് പ്രാർത്ഥിച്ചത്? ഈ കുട്ടിയെ കൊണ്ട് കൊടുത്തിട്ട് ത്വൽ കൃപ, ഭഗവാന്റെ കൃപ, കൃഷ്ണ ഭഗവാനെ അങ്ങയുടെ കൃപ കൊണ്ട് ഇവണ്ണം. എങ്ങനെ ഇവണ്ണം? ദുഷ്ടവർഗത്തെ, ആ കാലൻ്റെ യമപുരിയിൽ കിടക്കുന്നതെല്ലാം ദുഷ്ടവർഗങ്ങളാണ്. മൊത്തവും
ദുഷ്കർമ്മങ്ങൾ ചെയ്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടവർഗത്തെ, ദുഷ്കൃതി ദണ്ഡങ്ങൾ ചെയ്യുന്നവരെ ഈ ലോകത്ത് ഈ ദുഷ്കർമ്മം ചെയ്യുന്നവരെല്ലാം ഇത് ശ്രദ്ധിക്കണം. ഇത് കേൾക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതാണ് അവർക്ക് വേണ്ടുന്ന ഭാവിയിൽ വരാനുള്ള കാര്യങ്ങൾ. ഇതുപോലെ ദുഷ്കൃതി ചെയ്ത ദണ്ഡങ്ങൾ നമ്മളെല്ലാം ദണ്ഡിപ്പിച്ച് ഇന്ന് പൊടി കുഞ്ഞുങ്ങളെ ആയാലും ആരെയായാലും ദണ്ഡിപ്പിക്കുകയും വേണ്ടാത്ത ചെയ്യുകയും പറയുകയും കൊന്നൊടുക്കുകയും ചെയ്യുന്ന ദുഷ്കർമ്മികളെ എവിടെ കൊണ്ടുവരും? ഈ യമപുരിയിൽ. ദുഷ്കൃതി ദണ്ഡങ്ങൾ ചെയ്യുന്ന ഇവരെ ഞാൻ, ഇവിടെ കിടക്കുന്ന ഈ കുറേ എണ്ണം അവിടെ കിടപ്പുണ്ട്, ഈ ദുഷ്ടവർഗം, ഈ നരകത്തിൽ പോയി കിടക്കുന്ന അവരെ ഞാൻ സത്യസ്വരൂപ ഭഗവാനെ, സത്യമായിരുന്ന കൃഷ്ണ, നിൻ കാരുണ്യം, ഭഗവാന്റെ കാരുണ്യം എന്നുള്ളിൽ, ഈ കാലൻ്റെ ഉള്ളിൽ നിത്യവും ഉണ്ടാകെ വേണം ജഗൽ പ്രഭു. കാരണം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ, അതായത് ഭൂമിയിൽ ദുഷ്കർമ്മങ്ങളെല്ലാം ചെയ്ത് കിടക്കുന്നവരെ ഇതുപോലെ കൊണ്ട് കാലപുരിൽ എത്തിക്കാനുള്ള കൃപ ഭഗവാൻ കൊടുക്കണമേ നിത്യവും എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. കാലനും ഉണ്ടൊരു പ്രാർത്ഥന. ഈ നമ്മളൊക്കെ ഇന്ന് ഞാനൊരു ദുഷ്കർമ്മം ചെയ്താൽ എന്നെ ഇവിടുന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം ഈ കാലിന് കൊടുക്കണേന്ന്. എല്ലാം ചൊവ്വേ നേരം അവിടെ ഇതിനും ഉണ്ടൊരു സത്യസന്ധത. യഥാർത്ഥ ദുഷ്കർമ്മം ചെയ്യുന്നവരെ കൊണ്ടുപോകേണ്ട നരകത്തിലേക്ക് തന്നെയാണ്. അതിനും ഒരു അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ഈ കാലന് വേണം, അത് വഴി പോലെ ചെയ്യാൻ. അപ്പോൾ അതിനും ഭഗവാനെ പ്രാർത്ഥിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. കാലപുരി എന്ന് പറയുമ്പോൾ അവിടെ അവർ ചെയ്യുന്ന കൃത്യങ്ങൾ അവരാരും ഒരു തെറ്റും ചെയ്യുന്നില്ല. യമൻ്റെ തൊഴിലാണ് യമൻ ചെയ്യുന്നത്. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെ അവിടെ കൊണ്ട് പോകേണ്ടതിന് ഭഗവാന്റെ കൃപ ഉണ്ടാകണമേ എന്ന് കാലൻ പ്രാർത്ഥിക്കുന്നു. അതും നമുക്ക് അപ്പം നമ്മൾ വിചാരിക്കണം, എന്ത് തൊഴിലിനും നമുക്കൊരു പ്രാർത്ഥന വേണം. ഭഗവാനെ, എനിക്ക് ഇന്ന തൊഴിലാണ്, എൻ്റെ ഈ തൊഴിൽ നിത്യവും ചെയ്ത് ജീവിക്കാനുള്ള കൃപ അവിടുന്ന് തരണമേ. നിസ്സാരമായ എന്ത് തൊഴിലും ആയിക്കൊള്ളട്ടെ, ഏത് തൊഴിലും ചെന്നെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഭഗവാന്റെ കൃപ ഇതിന് തരണമേ ഭഗവാനെ. നല്ല ഒരു ജീവിതത്തിന് വേണ്ടിയാണല്ലോ ഭഗവാനെ ഞാനിത് ചെയ്യുന്നത്. അത് നിത്യവും ഇത് ചെയ്യാനും മുടങ്ങാതെ ഇത് ചെയ്യാനും ആപത്തില്ലാതെ ആരോഗ്യത്തോടെ ഇരുന്ന് ചെയ്യാനുള്ള കൃപ അവിടെ തരണമേ. ഇത് നമ്മൾ ഓരോരുത്തരും അന്നന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ കാലനും നമ്മളെ അതാ പഠിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഭഗവാനെ ത്വൽകൃപ കൊണ്ട് ഇവണ്ണം ദുഷ്ടവർഗത്തെ, ഇവിടെ ഈ കിടക്കുന്ന ദുഷ്ടവർഗങ്ങളാണ്, മനുഷ്യനായിട്ടല്ല അവർ നരകമായിട്ട് കിടക്കാൻ തന്നെ ഈ ദുഷ്ടവർഗങ്ങളായിട്ട് ഈ ജനങ്ങളെ ഇവിടേക്ക് എത്തിക്കാൻ, ഈ ദുഷ്കൃതി ദണ്ഡങ്ങൾ ചെയ്യുന്ന ഈ പാപികളെ ഇവിടേക്ക് കൊണ്ട് വരാൻ ഭഗവാനെ സത്യസ്വരൂപ അങ്ങയുടെ കാരുണ്യം എൻ്റെ ഉള്ളിൽ നിത്യം ഉണ്ടാകണമേ എന്ന് ഇവിടെ പ്രഭോ ജഗൽ പ്രഭോ എന്ന് പ്രാർത്ഥിച്ചു. മൃത്യു ഈ വണ്ണം അപേക്ഷിച്ചത്, മൃത്യു വെച്ച കാലൻ, മരണം, കാലനാണല്ലോ മരിച്ചവരെ കൊണ്ടുപോകണം. മരിച്ചതെന്ന് വെച്ചാൽ എന്താണ്? നമ്മളിവിടെ ജനങ്ങൾ മരിക്കുമെങ്കിൽ കാലനാ കൊണ്ടുപോകുള്ളൂ. നമ്മൾ മരിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് പരമാത്മാവിനടുക്കെ പോകാൻ പറ്റും. എന്താ ഈ മരിക്കാതിരിക്കുന്നത്? നമ്മൾ ഈശ്വരൻ എന്താണ് പറഞ്ഞു തന്നേക്കുന്നതല്ല അതല്ല പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് പരമാത്മാവ് വന്ന് നമ്മളെ അവിടുത്തെ ദൂതന്മാർ, വിഷ്ണുദൂതന്മാർ നമ്മളെ വന്ന് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് മോക്ഷത്തിലേക്കോ നല്ല ഒരു സ്വർഗത്തിലേക്കെങ്കിലും ആ പുണ്യം തീരുവോളമെങ്കിലും സ്വർഗത്തിൽ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ജനിച്ചു വരാം ഭൂമിയിൽ. പക്ഷെ അതിന് ഈശ്വരൻ തന്നെ ദൂതന്മാരെ ഇവിടെ വിടണം. ഇല്ലാതെ നമ്മൾ മരിച്ചാൽ എന്ത് വരും? അത് യമപുരി തന്നെ പോകും, ഇറങ്ങും പോകത്തില്ല. എന്താ മരിക്കാൻ കാരണം? പ്രവൃത്തി ദോഷം. നമ്മൾ പ്രവൃത്തി ദോഷം ചെയ്താൽ ഇവിടെ 100ന് 1 കാണൂ ഭഗവാന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ദൂതന്മാരെ വിടും. ബാക്കിയെല്ലാം നരകത്തിൽ തന്നെ പോകുന്നത്. അതുകൊണ്ട് ആരും ഭയക്കണ്ട, നല്ല കർമ്മങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഭയന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഇത്ര നാൾ അറിഞ്ഞില്ല ഭഗവാനെ എന്നെ അങ്ങനെ കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് നല്ല കർമ്മങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, തൊഴിൽ നന്നായിരിക്കണം. നമ്മൾ സൽപ്രവൃത്തി ചെയ്യണം. ഏത് പ്രവൃത്തിയിലും നന്മയുണ്ട്. ആ നന്മ നമ്മൾ തിരിച്ചറിഞ്ഞ് നല്ല മാർഗത്തിലേക്ക് വഴിതിരിച്ച് വിടണം. ദുഷ്കർമ്മങ്ങളെല്ലാം മാറ്റണം. അപ്പോൾ നമുക്കും നല്ല ജീവിതം ഉണ്ടാവും, നല്ലൊരു മരണവും കിട്ടും. അപ്പോൾ മരിക്കത്തില്ല. നല്ല മരണം വെച്ചാൽ എന്താണ്? ദേഹം മാത്രം മരിക്കും, നമ്മുടെ ജീവൻ ഈശ്വരനിലേക്ക് പോകും. അവിടെ നിത്യവും അങ്ങനെ ഉണ്ടാകണം ജഗൽ പ്രഭു. മൃത്യു ഈ വണ്ണം അപേക്ഷിച്ച നേരത്ത് സത്യസ്വരൂപൻ അനുഗ്രഹിച്ചങ്ങനെ. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ആ മൃത്യുവിന് അനുഗ്രഹം കൊടുത്ത് ചിത്തമോദേന ഗുരുപുത്രനെ കൊണ്ടങ്ങ് ഉത്തമന്മാർ യമലോകം വെടിഞ്ഞത. അങ്ങനെ ഉത്തമന്മാരായ രാമനും ഭഗവാൻ കൃഷ്ണനും ഈ കുഞ്ഞിനെയും കൊണ്ട്, ആ കുഞ്ഞിനെ കൊടുത്ത് ചിത്തമോദേന ഗുരുപുത്രനെ കൊണ്ട് ഉത്തമന്മാരായിരിക്കുന്ന ഈ രാമനും കൃഷ്ണനും യമലോകത്തിൽ നിന്ന് വെടിഞ്ഞ് അവിടെ തിരിച്ചു പോരുന്നു. യമലോകത്ത് പോയിട്ട് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചിഞ്ഞ് പോരുന്നത് വെടിഞ്ഞ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോരുക. അതിനാൽ വെടിഞ്ഞെന്ന് പറയുന്നത് അവിടെ വിട്ടിഞ്ഞ് പോരുന്നു. രാമനും കൃഷ്ണനും വന്നു ഗുരുവിന് താമസമെന്നിയേ പുത്രനെ നൽകിയിട്ട് ഇഷ്ടം ഇനി എന്ത് ചൊൽകുന്നു കേട്ടുടൻ പുഷ്ടമോദത്തോട് അനുഗ്രഹിച്ചിത്തരം വിഷ്ടപദാധീശനോട് ഗുരു ചൊല്ലിനാൻ.
വിഷ്ടപത്തിൻ്റെ ഈശനായിരിക്കുന്ന ഭഗവാനോട് ഗുരു പറയുന്നു. അപ്പം താമസമെന്നിയെ തന്നെ കൊണ്ടുവന്ന് പുത്രനെ കൊടുത്തു. എത്രയും പെട്ടെന്ന് ആ യമപുരി ചെന്ന് ഗുരുപുത്രനെ കൊടുത്ത് അവിടുന്ന് കൊണ്ടുവന്ന് ഗുരുവിൻ്റെ അടുക്ക കൊണ്ടു കൊടുത്തു. ഉത്തമന്മാർ യമലോകം വെടിഞ്ഞ് രാമനും കൃഷ്ണനും വന്നു ഗുരുവിന് താമസമെന്നിയെ ഒരു താമസം കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ പുത്രനെ കൊടുത്തു നൽകിയിട്ട്, ഇനി എന്താ ഗുരുവേ, ഇനി എന്താ അങ്ങയുടെ ഇഷ്ടം ഇനി എന്ത് ചൊല്ലുക, ഇനി എന്താ വേണ്ടത്? ഈ പുത്രനെ ആണ് ചോദിച്ചത്. അതുകൊണ്ടത് കൊടുത്തിട്ട് ചോദിക്കുന്നു, ഇനി ഗുരുവിന് എന്താ ആവശ്യം, എന്താ ഇനി വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചു. അങ്ങനെ ഇഷ്ടം ഇനി എന്ത് ചൊൽകെന്ന് അത് കേട്ടുടൻ പുഷ്ടമോദത്തോട് അനുഗ്രഹിച്ച് പറഞ്ഞ് ആ ഗുരുവിൻ്റെ അനുഗ്രഹം അത്രമാത്രം, കാരണം ഒരു മകനെയാണ് കൊണ്ടു കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഭഗവാനോട് പുഷ്ടമോദത്തോട് അനുഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇഷ്ടപാദീശനോട് ഈശ്വരനായിരിക്കുന്ന കൃഷ്ണനോട് ഗുരു ചൊല്ലിനാൻ, ഇങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ഗുരു തന്നുള്ളിൽ ഓർത്തതെല്ലാം വരും നിർണയം. അപ്പോൾ ഇങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ഒരു ഗുരു ആകാൻ തന്നുള്ളിൽ ഓർത്തതെല്ലാം വരും നിർണയം. എത്രയും തുഷ്ടനായി ഞാനിനി നിങ്ങളും ഉത്തമന്മാരായി വിദ്യകൾ വർദ്ധിക്കും. അപ്പോൾ ഇനി നിങ്ങൾ എത്രയും തുഷ്ടനായി ഞാനിനി അത്രത്തോളം സന്തോഷത്തോട് പറയുന്നു, ഉത്തമന്മാരായി എല്ലാ വിദ്യകളും നിങ്ങൾക്ക് വർദ്ധിച്ച് വരുമെന്നാണ് ഗുരു കൊടുത്ത അനുഗ്രഹം. അത്രമാത്രം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഇരട്ടിക്ക് അനുഗ്രഹം കൊടുക്കും. കാരണം എന്താ, ആർക്കും പറ്റാത്തൊരു ഗുരുദക്ഷിണയാണ് കൊടുത്തേക്കുന്നത്. ഒരു മനുഷ്യർക്ക് പോലും ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവർക്കോ അവതരിച്ചിട്ടുള്ളവർക്കോ ഒക്കാത്തൊരു കാര്യമാണ് യമപുരി പോയി കുട്ടിയെ കൊണ്ടുവന്ന് ഗുരുവിന് കൊടുത്തത്. അപ്പോൾ അത്രത്തോളം തുഷ്ടനായി ഈ ഗുരു. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളും ഉത്തമന്മാരായി, നിങ്ങൾ അത്രത്തോളം രണ്ടുപേരും ഉത്തമന്മാരായി എല്ലാ വിദ്യകളെല്ലാം നിങ്ങൾ വർദ്ധിക്കും. യുദ്ധം ഗുരുപ്രീതി ചെയ്തവരാരുമേ ഈ ത്രിലോകത്തെങ്കിലില്ലെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഗുരുവിന് പ്രീതി ചെയ്തവരാരും. ഗുരു ചോദിക്കുന്നത് എന്തും നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ ഒരു യമപുരി പോയൊരു കുഞ്ഞിനെ, സ്വന്തം മകനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പോയി ശംഖിനകത്ത് അവിടെ ചെന്നപ്പോൾ ഇല്ല, അവിടുന്ന് യമപുരി പോയി കൊണ്ടു കൊടുത്തപ്പോൾ ഇതുപോലെ ഒരു ശിഷ്യൻ ആർക്കും ഇതുപോലെ ഒരു ഗുരുവിൻ്റെ പ്രീതി നേടാൻ ആർക്കും പറ്റിയിട്ടില്ല. കാരണം ഇതുപോലെ ആരും ചോദിച്ചിട്ടുമില്ല, ആരെ കൊണ്ടോട്ട് കൊടുക്കാൻ പറ്റിയിട്ടുമില്ല. അതുകൊണ്ട് അത്രമാത്രം ഈ ഗുരുവിൻ്റെ പ്രീതി കൃഷ്ണനും രാമനും കിട്ടി. വർദ്ധിച്ച് ഈ കൃഷ്ണൻ എന്ത് വിദ്യകളും വർദ്ധിക്കട്ടെ എന്ന് ഗുരുവിന് സന്തോഷത്തോടുള്ള അനുഗ്രഹവും ഗുരു കൊടുത്തു. ഇതാണ് ഒരു ഉത്തമനായിരിക്കുന്ന ഒരു ശിഷ്യനും അതുപോലെ ദിവ്യജ്ഞനായിരിക്കുന്ന ഒരു ഗുരുവും രണ്ടുപേരും ദിവ്യത്വം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് നമ്മളിത് പഠിക്കേണ്ടത് എന്താ, നമ്മളൊക്കുന്ന നമുക്കൊരു ദിവ്യത്വം നമുക്കും വേണം. നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഒരു ദിവ്യത്വം ആകാൻ നമ്മൾ പ്രയത്നിക്കണം. നമ്മളും കർമ്മങ്ങൾ നല്ലത് ചെയ്ത് നല്ല പ്രവൃത്തികളും ഈശ്വരനെ അത്രമാത്രം സ്നേഹത്തോടും ഭക്തിയോടും ബഹുമാനത്തോടും അറ്റകുറ്റങ്ങളൊന്നും ചെയ്യാതെയും എല്ലാം നമ്മൾ നേടിയെടുക്കാൻ നമുക്കും പറ്റും കുറേയെങ്കിലും. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കണം. നമുക്കൊരു ഉത്തമ ശിഷ്യനാവണം. ഒരു സ്കൂളിൽ പോയാലും അവിടെ എന്താ ഒരു സാറിന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യണം. നമുക്ക് ഒന്നും പറ്റിക്കൂടാ. നമുക്ക് കർമ്മങ്ങളെല്ലാം നന്മയായിരിക്കണം. അപ്പോൾ ഒരു അധ്യാപകൻ്റെ മനസ്സിൽ നിന്നും ഇതുപോലുള്ള നല്ല സ്നേഹമാകുന്ന അനുഗ്രഹം നമുക്ക് കിട്ടും. അത് ഏത് ഗുരുക്കന്മാർ, ഈ ലോകത്തിലുള്ള വിദ്യ ആയാലും അതായത് ആധ്യാത്മികമായാലും എല്ലാം ഒന്നുപോലെ തന്നെയാണ്. ഒരു ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ വെറുതെ ഇന്നുള്ള ശിഷ്യത്വം എന്നൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പണ്ടൊക്കെ സാറ് അടിച്ചാൽ പോലും നമുക്ക് ഒരു പരാതിയില്ല. ഇന്നാണെങ്കിലോ ഒന്ന് അടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇന്നത്തെ കുട്ടികളെ വളർത്തിയെടുത്തേക്കുന്നത്. അഥവാ ഒന്ന് പറഞ്ഞോ അടിക്കോ ചെയ്താൽ പോയി ആത്മഹത്യ ചെയ്യുക. ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ നല്ല നല്ല ഗുണങ്ങൾ. അതല്ലേ പറയാൻ പറ്റൂ എനിക്ക്. അത് നല്ല ഗുണങ്ങളെന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഇതാണ് ഇന്നത്തെ ലോകം. ഇന്ന് ലോകം അങ്ങനെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും പഴയ ഒരു കാലം വരുമോ എന്ന് നമുക്ക് ഓർത്തിരിക്കാം. അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ചിലർക്കും പ്രാർത്ഥിക്കാം. അതല്ലേ നമുക്ക് നടക്കത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.